CPM-ഉം രണ്ട് വ്യത്യസ്ത പാർട്ടികളല്ല. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി സാധാരണക്കാരായ ജനങ്ങളെ വഞ്ചിക്കുന്നതിൽ അവർ ഒന്നാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസും CPM-ഉം രണ്ട് വ്യത്യസ്ത പാർട്ടികളല്ല, മറിച്ച് അവർ ഒന്നാണെന്ന് എല്ലാ മലയാളികൾക്കും ഇപ്പോൾ നന്നായി അറിയാമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുകയാണ്. 27 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇന്ത്യ സഖ്യം എന്ന പേരിൽ ഒരുമിച്ച് അണിനിരക്കുന്ന സഖ്യത്തിന്റെ ഭാഗമാണ് CPM-ഉം കോൺഗ്രസും. ജനാധിപത്യ വിരുദ്ധ ശക്തികളായ ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ ശക്തികളുമായി കൈകോർക്കുന്ന കാര്യത്തിൽ അവർ ഒന്നാണ്. ശബരിമലയിലെ ആചാരങ്ങളെയും വിശ്വാസികളെയും ആക്രമിക്കുന്നതിലും ക്ഷേത്രം കൊള്ളയടിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുന്നതിലും അവർ ഒന്നാണ്. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കുന്നതിൽ അവർ ഒന്നാണ്. അഴിമതിയുടെ കാര്യത്തിലും സംസ്ഥാനത്തെ കൊള്ളയടിക്കുന്നതിലും അവർ ഒന്നാണ്. കോൺഗ്രസ് CPM കൂട്ടുകെട്ടിനെയും അവരുടെ ഈ ഒത്തുകളി രാഷ്ട്രീയത്തെയും ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് കേരളത്തിലെ ജനങ്ങൾ പരാജയപ്പെടുത്തും. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ മലയാളികളും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ശക്തികൾ നിയന്ത്രിക്കുന്ന അഴിമതി നിറഞ്ഞതും വികസന വിരുദ്ധവും കഴിവുകെട്ടതുമായൊരു രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണോ നമുക്ക് വേണ്ടത്? അതോ എല്ലാ മലയാളികൾക്കും വേണ്ടി വികസിത കേരളവും സുരക്ഷിത കേരളവും പടുത്തുയർത്താനും വിശ്വാസ സംരക്ഷണം ഉറപ്പാക്കാനും BJP വേണോ? മാറ്റത്തിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. മാറാത്തത് മാറും. ഇനി കേരളം വളരുമെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം GCC രാജ്യങ്ങൾക്കെതിരായ ഇറാൻ ആക്രമണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലിക്കുന്ന മൗനത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചിരുന്നു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസ്ഥാന സന്ദർശന വേളയിൽ രാഷ്ട്രീയ നാടകങ്ങൾ നടത്തിയതിന് അദ്ദേഹം രൂക്ഷ വിമർശനവും ഉന്നയിച്ചു. ഇറാനു വേണ്ടി ശബ്ദമുയർത്തുന്ന വിജയൻ ദശലക്ഷക്കണക്കിന് കേരളീയർക്ക് അഭയവും ഉപജീവനവും നൽകുന്ന GCC രാജ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്കും മറുപടി നൽകണമെന്ന് തിരുവനന്തപുരത്തെ BJP സംസ്ഥാന ആസ്ഥാനത്ത് ഞായറാഴ്ച മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചന്ദ്രശേഖർ പറയുകയും ചെയ്തു. പ്രീണന രാഷ്ട്രീയ പാർട്ടികളെ അന്ധരാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. തുടർച്ചയായി 10 വർഷം അധികാരത്തിലിരുന്ന LDF സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് വിജയൻ വിശദീകരിക്കണം. തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ കോൺഗ്രസും CPM-ഉം ഒന്നിച്ചാലും ജനങ്ങൾ BJPയുടെ വിജയം ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കി. കോൺഗ്രസിന്റെ രാഷ്ട്രീയം പൂർണ്ണമായും വ്യാജ വാഗ്ദാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് മുൻപ് സമാനമായ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ കാലം ഈ വാഗ്ദാനങ്ങൾ പൊള്ളയാണെന്ന് തെളിയിച്ചു. തെലങ്കാനയിൽ ഈ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാർ അത് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു. ശമ്പളം നൽകാൻ കടം വാങ്ങേണ്ട അവസ്ഥയിലാണെന്ന് അവിടുത്തെ മുഖ്യമന്ത്രി അവകാശപ്പെടുന്നു. കർഷകർക്ക് വാഗ്ദാനം ചെയ്ത തുക ഇതുവരെ നൽകിയിട്ടില്ല. പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ സർക്കാരിന് കഴിയുന്നില്ല. ഹിമാചൽ പ്രദേശിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മാസങ്ങളോളം വൈകുന്നു. കർണാടകയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലെന്ന് ഉപമുഖ്യമന്ത്രി പരസ്യമായി പറയുന്നുവെന്നും ചന്ദ്രശേഖർ പറഞ്ഞു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളുടെ പ്രഖ്യാപനം കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർന്നു. ഈ സംസ്ഥാനങ്ങളിലെ ഭരണം അഴിമതിയിൽ മുങ്ങി മുന്നോട്ടു പോവുകയാണ്. രാഹുൽ ഗാന്ധി വ്യക്തിപരമായ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുകയും കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്ത സംസ്ഥാനങ്ങളിൽ പോലും പല പദ്ധതികളും നടപ്പിലാക്കാതെ കിടക്കുന്നു. കേരളത്തിലും പ്രതീക്ഷിക്കുന്ന സാഹചര്യം ഇതാണ്. കടക്കെണിയിലായ ഒരു സംസ്ഥാനത്തിന്റെ സാഹചര്യം മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപനങ്ങൾ നടത്തുന്നതെന്നും BJP നേതാവ് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന് 100 രൂപ ലഭിച്ചാൽ 92.5 രൂപ കടം തിരിച്ചടവ്, പലിശ, ക്ഷേമ പദ്ധതികൾ എന്നിവയ്ക്കായി ചിലവഴിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസന പദ്ധതികൾക്ക് 7.5 രൂപ മാത്രമേ ലഭ്യമാകൂ. KSRTCയിലെ ശമ്പളവും പെൻഷനും വൈകുന്നു. എന്നിട്ടും സൗജന്യ യാത്ര പോലുള്ള തന്ത്രങ്ങൾ കോൺഗ്രസ് നിർദ്ദേശിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.